അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ഈ ശുശ്രൂഷ സമയം കർത്താവ് നിന്നെ ക്ഷണിക്കുകയാണ്. ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥ അതെന്താണോ അത് ഈ അൾത്താരയിൽ സമർപ്പിക്കുക. വല്ലാതെ വിഷമിച്ച് പ്രാർത്ഥിക്കുന്ന അനേകര് ദാ ഇവിടെയുണ്ട്. നിന്റെ വിഷമത്തിൽ, നിന്റെ സങ്കടത്തിൽ ഈശോ ആശ്വാസം നൽകാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നിന്റെ വിഷമങ്ങളെല്ലാം ഈശോയുടെ മുമ്പിൽ പങ്കുവയ്ക്കുക. ഈശോയ്ക്ക് നിന്നെ മനസ്സിലാകും. ഒരുപക്ഷെ ഒത്തിരി സ്വപ്നങ്ങളോടുകൂടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് താളം തെറ്റിയ അവസ്ഥയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നീങ്ങിയില്ല. ജീവിതത്തിൽ വല്ലാത്ത ഭാരം. ഈ അധ്വാനം നിന്റെ ഭാരവും നീ ചുമന്നുകൊണ്ട് നീ ക്ഷീണിക്കരുത്. മറിച്ച് കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരാൻ കർത്താവ് നിനക്കൊരു കൃപ നൽകുകയാണ്, വലിയൊരാശ്വാസം നൽകുകയാണ്. ഈശോ നിന്നെ ക്ഷണിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിന്റെ ഭാരം നീ കർത്താവിനെ ഭരമേൽപ്പിക്കുക. സങ്കീർത്തനം 55:22. നിന്റെ ഭാരം കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. മകളെ ഓർത്തും മകനെ ഓർത്തും ഭാരപ്പെടുന്ന മാതാപിതാക്കളെ ആ ഭാരം ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക. വലിയ വിഷമത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലരൊക്കെയുണ്ട്. വളരെ വലിയ വിഷമം, വീട്ടിൽ നടന്ന ചില കാര്യങ്ങൾ പുറത്തു പറയാൻ പറ്റാത്ത വണ്ണം അത്രമേൽ ലജ്ജ കൊണ്ട് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നീ ഇപ്പോൾ എവിടെയാണെങ്കിലും ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദരി, ഇത് സഹോദരിക്കുള്ളൊരു സന്ദേശമാണ്. കുടുംബത്തില് ലജ്ജാകരമായ കാര്യം നടന്ന് അത് പുറത്തു പോലും പറയാൻ പറ്റാത്ത വണ്ണം നാണക്കേട്. പക്ഷേ ഈ ഭാരത്തിൽ കർത്താവ് ഇടപെടുന്നു. ഈ ഭാരത്തിൽ കർത്താവ് ഇടപെടുന്നു. വളരെ കൺഫ്യൂഷൻ, സംശയിച്ച് വിഷമിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെയുണ്ട്. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, വളരെ വിഷമം. കർത്താവ് നിന്നിൽ ഇടപെടുന്നു. കർത്താവ് നിന്നിൽ ഇടപെടുന്നു, നിനക്ക് ആശ്വാസം നൽകുന്നു. കം ടു മീ all you that are weary and are carry heavy burdens, come to me, I will give you rest. I will give you rest. Yes, ഈശോ നിനക്ക് റെസ്റ്റ്, നിനക്ക് ആശ്വാസം നൽകാൻ ആഗ്രഹിക്കുകയാണ്.